വളരെ ശ്രദ്ധിക്കും നിങ്ങൾ. മനുഷ്യ മനസ്സിനൊരു പ്രത്യേകത ഉള്ളത്, ഒന്നിനോട് ഒട്ടാൻ തുടങ്ങിയാൽ മറ്റൊന്നിനോടുള്ള ഒട്ടൽ കുറയും. അല്ലേ? ചെറുതായിട്ടൊരു സ്നേഹം കുറയും. കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒട്ടൽ അമ്മയോടായിരിക്കും. അത് കഴിഞ്ഞ് സ്കൂളിൽ പോവാൻ നേരത്തെ ഒട്ടല് അച്ഛനിലേക്ക് വരും. കാരണം കാശ് വേണം, പണം വേണം, ഒക്കെ അച്ഛൻ തരണം. ചോക്ലേറ്റൊക്കെ അച്ഛനെ മേടിച്ചു തരുള്ളൂ. പക്ഷെ അമ്മയും വേണം, എന്നാലും കൂടുതൽ. അത് കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയാൽ കൂട്ടുകാരെ. അത് കഴിഞ്ഞ് കോളേജിൽ പഠനമൊക്കെ കഴിഞ്ഞു, കല്യാണങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടൽ മുഴുവൻ മാറി. ഇല്ലേ? ആണോ? അല്ലേ? പിന്നെ കുട്ടി ഉണ്ടായാലോ, കുട്ടിയോട് ഒട്ടൽ വന്നു. രണ്ടാമതൊന്നുകൂടി വന്നാലോ, അപ്പൊ മറ്റൊന്നിനോടുള്ള ഒട്ടൽ കുറയും. ഇത്ര ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് അനുഭവം ഇല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമത്. അത് കഴിഞ്ഞ് വീണ്ടും കുട്ടികളൊക്കെ വലുതായി, കല്യാണമൊക്കെ കഴിഞ്ഞു, അവരൊക്കെ ഓരോരുത്തരെ കൊണ്ടുവന്നു, കൊണ്ടുപോയി. പിന്നെ ആരോടൊട്ടും? റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സുന്ദരൻ ഞാനും സുന്ദരി നീയും. പിന്നെ ഇനി പൊട്ടാൻ ആരുമില്ല വീട്ടില്. കാരണവരെന്നെ, കാരണവർ പറയും എന്റെ മേല് തൂങ്ങണ്ട ഇനിന്ന്. അപ്പൊ പിന്നെ എവിടെ ഒട്ടും? ഗുരുവായൂരപ്പ അന്യതാ ശരണം നാസ്തിത്വമേവ ശരണം. ഇനി പൊട്ടാൻ എവിടെയില്ല, ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഒട്ടണം. അങ്ങനെയാണ് പലരും ഭഗവാനിലേക്ക് ഒട്ടാൻ വരുന്നത്. അപ്പോഴേക്കും ഒട്ടുമ്പോഴേക്കും അവരെ മനസ്സുണ്ടല്ലോ സമ്മതിക്കില്ല. അപ്പോഴേക്കും മകള് പ്രസവിച്ച് റെഡിയാ, അടുത്തത് ഒട്ടാൻ റെഡി. അല്ലെങ്കിൽ മകൻ പ്രസവിച്ചിട്ടുണ്ടാവും. മകൻ പ്രസവിക്കുക പറഞ്ഞാൽ അയാളുടെ ഭാര്യ പ്രസവിച്ച് റെഡിയാണ്. ഒട്ടാൻ എവിടെയെങ്കിലൊക്കെ റെഡിയാണ്. നാണവും മാനവും ഇല്ല, അത് അവിടെയും പോയി ഒട്ടി. പിന്നെ അത് പറയും, മുത്തശ്ശി മുത്തശ്ശി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ഐ വിൽ മാനേജ് മൈസെൽഫ്. വീണ്ടും പിന്നെ സാന്ദ്രാനന്ദാവബോധാത്മകമനുഭവിതം കാലദേശാവധിപ്യ. ഇതിനോട് ഒട്ടാൻ പറ്റില്ല, കാരണം അതതിന്റെ പാട്ടേ പോയി. പിന്നെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്, മകള് രണ്ടാമത് വേഗം പ്രസവിക്കണേ ഗുരുവായൂരപ്പാന്ന്. സാന്ദ്രാനന്ദമൊക്കെ വായിക്കണതേ വേണ്ടില്ല. ഇങ്ങനെ മനസ്സ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒട്ടി 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 മനസ്സിന് എപ്പോഴും എവിടെയെങ്കിലും ഒന്ന് ഒട്ടി നിൽക്കണം. അതെവിടെ നോക്കും നിങ്ങൾ? യാത്രയ്ക്ക് പോകുമ്പോൾ ഒരാളോട് ഒട്ടാഞ്ഞൊരു സുഖമില്ല. എവിടെയെങ്കിലും ഒരു ഒട്ടല് വേണം. ഒരാൾ ഒട്ടായില്ലെങ്കിൽ ഒരു സുഖമില്ല ജീവിതത്തില്. ഉണ്ടോ? ബാത്റൂമിൽ പോകാൻ ഒരാൾ വേണം, പുറത്തു പോകാൻ ഒരാൾ വേണം, എവിടെയെങ്കിലുമൊക്കെ പോവാൻ ഒരാള് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മനസ്സിനൊരു വലിയൊരു ആശ്വാസം. ഈ ഒട്ടി ഒട്ടി ശീലിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ മനസ്സിന് ഒട്ടാണ്ടിരിക്കാൻ അറിയില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നാൽ 2 ദിവസം കൊണ്ട് അവിടെ ഒട്ടി. ഈ പശുക്കൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്ത് എവിടെയെങ്കിലും വളപ്പിൽ കൊണ്ടാക്കി കഴിഞ്ഞാലല്ലോ 2 ദിവസമേ കൊണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അവിടെ വിട്ടാൽ, ഈ ഗുരുവായൂരൊക്കെ നോക്കും നിങ്ങൾ, ഗുരുവായൂർ നോക്കിക്കഴിഞ്ഞാൽ ആനകളെ ആനപ്പന്തിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നേരെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നോളൂ. കാരണം നടന്ന് നടന്ന് ശീലിച്ചിട്ട് അത് ഇവിടെ വിട്ടാ അവിടെ പോവും. അതുപോലെ ആ കൃത്യസ്ഥലത്ത് കണ്ണടച്ചു പോയിരുന്നാലും, കാരണം സംഘശസ്ത്രേണ ദൃഢേന ചിത്വ സംപ്രതിഷ്ഠ ഉറപ്പിച്ചു പോയി നമ്മള്. അപ്പൊ അവിടെ എത്തുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരും. ആരുടെ സ്മെല്ല്? ഈ പട്ടികളൊക്കെ കണ്ടുണ്ടോ? അവർ പോയ വഴി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മൂത്രമൊഴിച്ചു വയ്ക്കും. അവർക്ക് ആ സ്മെല്ലിൽ അറിയാം ഈ വഴിക്കാണ് പോയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ എന്താ ചെയ്യണത് എനിക്ക് അറിയുന്നില്ല. മനസ്സിലായില്ലേ? ആ സ്മെല്ല് എങ്ങനെയാ പിടികിട്ടേണ്ടത് എന്നുള്ളത്. ഏതായാലും ഭഗവാൻ പറയുന്നു, അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മുറിക്കാൻ എന്താ വഴി? അസംഗശസ്ത്രം. അസംഗശസ്ത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം അസംഗമില്ലായ്മ എന്നല്ല അർത്ഥം, ഭഗവത് സംഘം എന്നാണ്. അസംഗൻ എന്നുള്ള ശബ്ദത്തിന് ഭഗവാൻ എന്നാണ് അർത്ഥം. അസംഗൻ, അസംഗനായിരിക്കുന്നവൻ, ഒന്നിനോടും ഒട്ടാതിരിക്കുന്നവൻ ആരാണ്? ഭഗവാൻ. അപ്പൊ ആരോട് സംഘം ചെയ്യണം? അപ്പൊ ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിയുന്തോറും, ഭഗവാനെ ഇഷ്ടപ്പെടുന്തോറും, ഭഗവാനിലേക്ക് ആകർഷണം വരുന്തോറും മറ്റുള്ളതിനോടുള്ള ആകർഷണം കുറഞ്ഞു കുറഞ്ഞു വരും. വരുമോ? അത് നമ്മൾ പരിശീലിക്കണം. അപ്പൊ ഏതാ ഭഗവാൻ? അതൊന്ന് ക്ലിയർ ആക്കണല്ലോ. തതപരം തത് തതപദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗദാന നിവർത്തന്തി ഭൂയാം
തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസൃതാ പുരാണേ തദപദം തത് പരിമാർഗിതവ്യം. ആ പദത്തെ പരിമാർഗ്യം, അതിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കണം. ഏത് പദത്തിലേക്ക്? ഏത് പദത്തിലാണോ യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയ, ഏതൊന്നിലേക്ക് നമ്മൾ പ്രവേശിച്ചാലാണോ പിന്നൊരിക്കലും ന നിവർത്തന്തി, തിരിച്ച് വരേണ്ടതില്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഏതൊന്നിനെ ആശ്രയിച്ചാലാണോ ഇനി മറ്റൊന്നിനെയും, അങ്ങനൊരു പദമുണ്ട്. ആ പദത്തിലേക്ക് വേണം പരിമാർഗിതവ്യം, നമ്മുടെ മാർഗം, നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. അതേതാണ്? തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ, അതിനെ തന്നെയാണ് പുരുഷൻ എന്ന് വിളിക്കുന്നത്. യഥ പ്രവൃത്തി പ്രസൃതാ പുരാണി, അതിൽ നിന്നാണ് മനസ്സും, ആ മനസ്സിലൂടെയാണ് സകല പ്രവൃത്തികളും വരുന്നത്. അതായത് ഏതൊരു ഭഗവാന്റെ സാന്നിധ്യത്തിലാണോ ഈ മനസ്സിന്റെ വേരുകൾ പ്രവർത്തിക്കുന്നത്, ആ ഭഗവാനിലേക്ക് തന്നെ ആരെ പറഞ്ഞേക്കണം? നോക്കൂ, ഈ വൃക്ഷത്തെ കൊണ്ട് ഉപമിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. വൃക്ഷത്തിന്റെ വേര് പലയിടത്തേക്കും സ്പ്രെഡ് ചെയ്യും. പക്ഷെ ഇതൊക്കെ എവിടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഒരു വൃക്ഷം നിങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ വേര് മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നത് ഭൂമിയിലാണ്. ഭൂമി സ്റ്റാഗ്നന്റ് ആണ് സ്ഥൂല തലത്തിൽ നോക്കുമ്പോൾ. സൂക്ഷ്മതയിൽ നോക്കുമ്പോഴാണ് കറങ്ങുന്നത്. അല്ലാതെ നമ്മളെ സ്ഥലത്ത് നോക്കുമ്പോൾ ഇപ്പൊ നമുക്കൊക്കെ ഭൂമി കറങ്ങുന്നത് പോലെ തോന്നിക്കഴിഞ്ഞാൽ എന്താ അപകടം എന്നറിയോ? തലചുറ്റി വീഴും നമ്മള്. എന്തോ ഭാഗ്യത്തിന് ഭഗവാൻ ആ കറക്കം നമുക്ക് കാണിച്ചു തരുന്നില്ല. ഒരു ചെറിയ സ്പീഡിൽ അങ്ങനെ കറങ്ങുന്നതുകൊണ്ട് അറിയുന്നില്ല. ഭഗവാൻ വിചാരിക്കണം സ്പീഡ് കൂട്ടുക. നമുക്ക് സ്പാനറ്റിക്ക് സ്പീഡ് കൂട്ടാറുണ്ടല്ലോ. ഭൂമിയുടെ സ്പീഡ് ഒന്ന് ഭഗവാൻ കൂട്ടി വെച്ചാൽ പിന്നെ നമ്മുടെ വീടൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ നടക്കേണ്ടി വരില്ല. ബോംബെയിലേക്കൊന്നും തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. കുരുക്ഷേത്രയിൽ നിന്നാ മതി. കറങ്ങി അവിടെ വരുമ്പം ഇവിടെ ഇറങ്ങിയാൽ മതി. അതായിരിക്കും അത്ര എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ആലോചിച്ച് നോക്കുമ്പോ എത്ര ഗംഭീരായിരിക്കുന്ന. അങ്ങനെ ഒരാൾക്കൊരു ബുദ്ധി തോന്നി, ഈ ഭൂമി ഇങ്ങനെ കറങ്ങി വരുമ്പോ അവിടെ നിന്ന് ഇറങ്ങിയാൽ പോരെയെന്ന്. അപ്പൊ ഇതുപോലെ മനുഷ്യൻ അവൻ അറിയുന്നില്ല, അവന്റെ മനസ്സ് പ്രവർത്തിക്കുന്നതിന്റെയൊക്കെ പിന്നിൽ ആ ശക്തി കൊടുക്കുന്നത് പുരുഷനായിരിക്കുന്ന ഒരു ശക്തിയാണ്. ആ പുരുഷനിലേക്കാണ് മനസ്സിന്റെ ശ്രദ്ധ തിരിക്കേണ്ടത്. അതിലേക്ക് തിരിച്ചാലോ? അല്ലെ, ആർക്കാണ് അതിലേക്ക് തിരിക്കാൻ പറ്റുക? നിർമ്മാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വൈ വിമുക്ത സുഖദുഃഖസജ്ഞൈ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമ്മാനമോഹ, നിർമ്മാനം, മോഹം, ഇതൊക്കെ വിടണം എന്ന് പറഞ്ഞാൽ, നിർമ്മാനം എന്ന് പറഞ്ഞാൽ അതെന്ത് മാനാണ്? നമുക്ക് അറിയാമെന്നും ആ പിടിവാശികളൊക്കെ ഉള്ള സ്വഭാവങ്ങളെയൊക്കെ നമ്മൾ വിടണം. നമ്മളിതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. നമുക്ക് വിനയം വരണം. വിനയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് അറിയണം, ജിജ്ഞാസ വരണം. എന്നിട്ടോ ജിതസംഗദോഷ, സംഘദോഷങ്ങളിൽ നിന്നൊക്കെ വിടണം എന്ന് പറഞ്ഞാൽ, സംഘദോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നമ്മുടെ ആലസ്യം തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് ഉയരണം. എന്നിട്ടോ അധ്യാത്മനിത്യ, ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം? അധ്യാത്മ സംസ്കാരം. അധ്യാത്മം എന്ന് പറഞ്ഞാൽ, അധ്യാത്മം എന്ന് പറഞ്ഞാൽ അർത്ഥം അധ്യാത്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തെ ആരിലേക്ക് തിരിക്കണം? ഭഗവത് സ്വഭാവത്തിലേക്ക്, മനസ്സിലേക്ക്, ഭഗവാനിലേക്ക് തിരിക്കുന്ന സ്വഭാവം വളർത്തിയെടുക്കുന്നതിനെ അധ്യാത്മം എന്ന്. അധ്യാത്മം എന്നുള്ള വാക്ക് എവിടെ ഓർമ്മണ്ടോ? എവിടെയാണ്? 8ാം അധ്യായം എടുത്ത് നോക്കൂ നിങ്ങൾ ഗീതയില്. അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോധ്യാത്മമുച്യതേ. അക്ഷരം ബ്രഹ്മവും സ്വഭാവം അധ്യാത്മവും. അപ്പൊ സ്വഭാവം എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ്. ഈ മനസ്സിനെ നമ്മൾ ആരിലേക്ക് തിരിക്കണം? അങ്ങനെ ഒരു ജീവിതത്തെ നമ്മൾ നിത്യ
വിനിവൃത്ത കാമ, സ്ലോലി എന്തിൽ നിന്ന് പുറത്തു വരാം? വേണ്ടാത്ത കാമങ്ങളിൽ നിന്നൊക്കെ മനസ്സ് പുറത്തു വരും. അങ്ങനെ ദ്വന്ദ്വൈർ വിമുക്ത. എന്താ ദ്വന്ദ്വൈർ? ദ്വന്ദ്വം രണ്ട്. ഏതൊക്കെ രണ്ട്? രണ്ടിൽ നിന്ന് മുക്തമാവെന്ന് പറഞ്ഞാൽ വേണ്ടാത്ത അർത്ഥത്തിൽ എടുക്കരുതേ. എന്താ? സുഖം, ദുഃഖം, ജയം, പരാജയം, മാനം, ഇത്തരത്തിലുള്ള അനുകൂലവും അതിൽ നിന്നൊക്കെ മുക്തമാവെന്ന് പറഞ്ഞാൽ ആ മനസ്സെങ്ങനെ ഇരിക്കും? സമബുദ്ധിയിലിരിക്കും. സുഖദുഃഖ സജ്ഞൈ ഗച്ഛൻ, സുഖദുഃഖങ്ങളിൽ നിന്നൊക്കെ മുക്തമായി ഗച്ഛന്തി അമൂഢ പദം അവ്യയം തത്. ആർക്കതിലേക്ക് എത്താൻ പറ്റും? ഗച്ഛന്തി അമൂഢ. ആർക്കാ എത്താൻ പറ്റുക? മൂഢന്മാരല്ലാത്തവര്. ആരായി മൂഢന്മാരല്ലാത്തവര്? ആരാണോ മനസ്സിനെ സമബുദ്ധി കൈവരിച്ച് അധ്യാത്മനിത്യവൃത്തിയോടുകൂടിയിട്ട് സമബുദ്ധി കൈവരിക്കുന്നവർക്കൊക്കെ എവിടെ എത്താൻ ചെയ്യാൻ സാധിക്കും? അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രധാന ശ്രദ്ധ എന്തിലായിരിക്കണം? എന്തിലാ ശ്രദ്ധ വെക്കേണ്ടത്? ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? നമ്മളൊക്കെ നേടിയെടുക്കേണ്ട വലിയൊരു സമ്പത്ത് എന്താണ്? എന്ത് അനുകൂലമായാലും പ്രതികൂലമായാലും അതിനൊക്കെ സമബുദ്ധിയോടുകൂടി. അപ്പൊ അങ്ങനെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവാൻ മനസ്സിനെ സമ്മതിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവരുത്. അത് വളരെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വഭാവം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ കുറേ കാലമായിട്ട് ഉണ്ടാക്കിയെടുത്ത സ്വഭാവമാണ്. നമ്മൾ മനസ്സിലാക്കിയ ജീവിതവും മറ്റൊരാൾ പറഞ്ഞു തരുന്ന ജീവിതവും എപ്പോഴും വ്യത്യാസമുണ്ടാവും. ഒരാൾക്ക് ഗൾഫിലൊക്കെ പോയി കുറേ കാശ് സമ്പാദിച്ചു. അപ്പൊ അയാൾക്ക് നാട്ടിലെത്തിയപ്പോ ഒരു മോഹം, ബിസിനസ് ഒക്കെ തുടങ്ങണം. അയാൾക്ക് തോന്നിയ ഒരു സ്വന്തം കാറൊക്കെ മേടിക്കണം. വലിയ വില കൂടിയ ഒരു കാറൊക്കെ മേടിച്ചു. ഓടിക്കണമല്ലോ. ഇയാളെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്നു. അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇയാളെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ സമയത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആള് അദ്ദേഹത്തിനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്കൊരു കാറ് തന്നാൽ നിങ്ങൾ എന്താ ആദ്യം ചെയ്യാന്ന്? ആ കാറ് തന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ചോദിക്കുന്നത്. അദ്ദേഹം കാര്യമായിട്ട് പറയാ, ഒരു കാർ എനിക്ക് തന്നാൽ ഞാൻ ആദ്യം ഡോർ അങ്ങോട്ട് തുറക്കുന്നത്. മറ്റാൾ ഉദ്ദേശിക്കുന്നത് ഇയാൾ ടെക്നിക്കലി എന്തൊക്കെ ചെയ്യുന്നതാണ്. ഇദ്ദേഹം തുടങ്ങുന്നത് ഡോറിന്റെ മുകളിലാണ്. അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ശരി അങ്ങ് കാറ് തുറന്നകത്തിരുന്നു, ഇനി എന്താ ചെയ്യുക അങ്ങ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോർ അടയ്ക്കുന്നു. ഇദ്ദേഹത്തിന്റെ മനസ്സപ്പോഴും ഡോറിന്റെ മുകളിലാണ്. മറ്റയാൾ എവിടെ നിൽക്കണോ ഇയാൾ എവിടെ നിൽക്കണോ? ഇയാൾക്ക് അങ്ങോട്ട് കലി വന്നു ഓഫീസർക്ക്. ഓഫീസർ പറഞ്ഞു, നിങ്ങൾക്ക് കാറല്ല ഞാൻ തരുന്നത്, ഡോറില്ലാത്തൊരു ജീപ്പാണ്. അപ്പൊ ഇയാൾക്ക് തുറക്കലും അടയ്ക്കലും പറ്റില്ലല്ലോ. ഇനി എന്താ അങ്ങ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം പറയാം, കാര്യമായിട്ട് ഞാൻ ഡോറ് തുറക്കുന്നു. മനുഷ്യൻ നിങ്ങൾക്ക് ഡോറില്ലാത്ത ജീപ്പാ തന്നിരിക്കുന്നത്, പിന്നെ ഇവിടുന്ന് ഡോറ് തുറക്കാനെന്ന്. അദ്ദേഹം പറയാം, നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, ഞാനിപ്പോഴും കാറിന്റെ ഉള്ളിലാണെന്ന്. എന്താ പറയതിന്? ഇയാൾ ഉറപ്പിച്ചിരിക്കണോ കാറിന്റെ ഉള്ളിലാണ്? ഇയാൾ അപ്പോഴും അതിന്റെ മുകളാ പിടിച്ചിരിക്കും. എന്നിട്ടും അവിടെ നിന്നും കേട്ടോ, അത് തീർന്നില്ല. ശരി, നിങ്ങൾ കാറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു, ജീപ്പിലിരുത്തി നിങ്ങൾ വണ്ടി ഓടിക്കണോ? അതൊക്കെ പറഞ്ഞു കൊടുത്തു അയാള്. ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ജംഗ്ഷനിലെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ തല ഉരിച്ചിരിക്കും ഇത്ര കാറിൽ വണ്ടിയിൽ. ഓഫീസർക്ക് കലി വന്നു, തല ഉരിച്ചിരിക്കുകയെന്ന്. അതെ, നിങ്ങൾക്കത് പറഞ്ഞാൽ അറിയില്ല, അപ്പുറത്ത് കേശവൻകുട്ടിയുടെ കട ഉണ്ടെന്ന്, ഞാൻ അവന് 50,000 രൂപ കൊടുക്കാണ്ടെന്ന്. അവൻ എന്നെ കണ്ട വെറുതെ വിടില്ല അത്രേ. ഡ്രൈവിങ്ങിന് പോയ ആളാണെന്ന്. അപ്പൊ ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാർ എന്ത് ചെയ്യുന്ന ചോദ്യം. ഇയാളപ്പോഴേക്ക് ചിന്തിക്കുന്നത് അവിടെ കേശവൻകുട്ടി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരാളോട് എങ്ങനെ പ്രതിയ? അപ്പൊ ഉദ്ദേശിക്കുന്നതൊന്ന്, അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങള്. നമുക്ക് നേടേണ്ടതൊന്ന്, അനുഷ്ഠിക്കുന്നത് മറ്റൊന്ന്. കുറച്ചൊരു മെനക്കെടൽ വേണ്ടേ? അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ചിട്ടപ്പെടുത്തി ക്രമേണ എന്ത് നേടണം? സമബുദ്ധി. എന്ത് വന്നാലും കഴിയുന്നതും അമിതമായി പ്രതികരിക്കാൻ ആ സ്വഭാവം ഉണ്ടല്ലോ, പഴയ സ്വഭാവമൊക്കെ ഇങ്ങനെ പുറത്തു വരും. ഞാൻ കുറ്റം പറയില്ല, നല്ലതാണ് അതൊക്കെ. അതൊക്കെ അങ്ങനെ വരുന്നത് നല്ലതാണ്. പക്ഷെ നമ്മളതൊക്കെ പുറത്ത് വരുമ്പോണ്ടല്ലോ കുറച്ചൊക്കെ ഒന്ന് അതിനെ
എന്ത് ചെയ്യണം? പിടിച്ചു വയ്ക്കണം. മഹാഭാരത യുദ്ധം ഇവിടെ നടന്നു എന്നുള്ളതിന് നല്ല തെളിവ് എനിക്ക് ഇന്നലെ കിട്ടി. ഹിസ്റ്റോറിക്കലി ചെലവിന് ഇനി ആവശ്യമില്ല. നടന്നിട്ടില്ലെങ്കിലേ യുദ്ധമുള്ളൂ, കാര്യമില്ല. ഇതാണ് സത്യം. അപ്പോ ഇതൊക്കെ ക്രമേണ ക്രമേണ നമ്മൾ തിരിച്ചറിയണം. എനിക്കിങ്ങനെയൊക്കെ ചില എന്തുണ്ട് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനെ നമുക്കിങ്ങനെ ചൊറിഞ്ഞു വരും, എന്നാലും ഇങ്ങനെ പിടിച്ചു നിർത്തുക. എനിക്കിങ്ങനെ അരിച്ചു കയറുന്നു എന്നൊക്കെ പറയാറില്ലേ ചിലര്, രണ്ടെണ്ണം കൊട്ടുക്കാൻ ഇങ്ങനെ 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 വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പിടിച്ചിരിക്കുകയാണെന്ന്. അങ്ങനെയൊക്കെ പിടിച്ചിരിക്കുകയുണ്ട്, നിവൃത്തിയില്ല. അപ്പൊ ചില സ്വഭാവങ്ങളെയൊക്കെ നമ്മളിങ്ങനെ മാറ്റി 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 കൊണ്ടുവന്നാൽ നല്ലതാണ്. ചിലവരുണ്ടല്ലോ ഏറ്റവും കൂടുതൽ മാനേജ്മെന്റ് മുതലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് ഈ ദേഷ്യം കൂടി ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ മാനേജ്മെന്റ് ക്ലാസ്സിൽ പോകുന്നവരുണ്ട്. ഇതെങ്ങനെയാ ദേഷ്യത്തിന് പുറത്ത് കിടക്കുകയാണ്. ഓരോ സ്വഭാവം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പുറത്ത് കിടക്കാൻ പ്രയാസം. ഒരു സ്ത്രീക്ക് ഭർത്താവിനെ കണ്ട അപ്പ ദേഷ്യം വരും. അയാളുടെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അയാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇവർക്ക് ഇറിറ്റേഷൻ വരും. അങ്ങനെ മാനേജ്മെന്റ് ക്ലാസ്സിൽ പോയിട്ട് അവർ നല്ല വഴിയാ പറഞ്ഞു കൊടുത്തത്, കൗണ്ട് ചെയ്യാൻ ദേഷ്യം വരുമ്പോഴേ. ദേഷ്യം ഇങ്ങനെ അരിച്ചു വരുമ്പോ 1, 2, 3 കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ചിലര് പറഞ്ഞോട് തണുത്ത വെള്ളം മുഖത്തൊഴിക്കുകയാണ്. ഈ ഒരു അമ്മയ്ക്ക് അവർ പറഞ്ഞു കൊടുത്തത് എന്താ വെച്ചാൽ ഇവര് വലിയ ഭക്തിയാണ്. രാമനെ ഓർത്താ മതി എന്ന് പറഞ്ഞു കൊടുത്തു. രാമൻ അച്ഛൻ കാട്ടിലേക്ക് പോവാൻ പറഞ്ഞ സമയത്ത് ദേഷ്യമൊക്കെ പിടിച്ചു വെച്ച ആളാണല്ലോ. അപ്പൊ ദേഷ്യം വരുമ്പോ രാമനെ ഓർക്കാൻ. അപ്പൊ എന്താ വേണ്ടതെന്ന്, രാമരാമാന്ന് ജപിച്ചാൽ മതി എന്ന്. അന്ന് ഒരു ജീവിതത്തിലെ കഷ്ടകാലം നോക്കണം. ഭർത്താവ് എന്തോ പറഞ്ഞു, ഒരു ഭയങ്കര ദേഷ്യം വന്നു, വീണ്ടും പറഞ്ഞു, വിട്ടുകൊടുത്തില്ല. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് രാമരാമ ജപിക്കാൻ തുടങ്ങി. ഭർത്താവ് ഞൂങ്ങിന്ന് കൊടുത്തിട്ട് പറഞ്ഞു, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയേണ്ടിന്ന്. ഭർത്താവിന്റെ വിചാരം ഇവരെന്തോ തോന്നിവാസം. ശരിക്കും ചിന്തിച്ചു നോക്കൂ നിങ്ങള്, സത്യം ഒരാളുടെ മുഖത്ത് അത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നല്ല മുഖത്തോട് കൂടിയിട്ടില്ലല്ലോ രാമരാമ ജപിക്കുക, ആണോ? ആ ദേഷ്യം എപ്പോഴും എവിടെ ഉണ്ടാവും? ആ മുഖത്ത് ദേഷ്യം വെച്ചിട്ട് നിങ്ങൾ രാമരാമ ജപിച്ചു നോക്കൂ. അപ്പൊ മറ്റൊരാൾ എന്താ കരുതുക? നാമം ചെല്ലുന്ന പോലെ തോന്നുമോ? എന്തോ കുരുത്തക്കേട് മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്. അതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്താലൊന്നും ഏത് പോവില്ല? ദേഷ്യം പോവില്ല. പോവോ? അപ്പൊ എങ്ങനെയാ ദേഷ്യം പോവാ? ദേഷ്യം എങ്ങനെയാ പോവാ? അടക്കി വെക്കുക. വഴി അറിയണമെന്നുണ്ടോ നിങ്ങക്ക്? ദേഷ്യം എങ്ങനെയാ പോവുക എന്നുള്ളത് അറിഞ്ഞിരിക്കണോ നിങ്ങക്ക്? വേണോ വേണ്ടയോ? സത്യമാണല്ലോ, വാക്ക് മാറില്ലല്ലോ. ഇനി ഫോളോ ചെയ്യണേ. ഇനി ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യണം വെച്ചാൽ 1000 രൂപ ഈ സ്വാമിക്ക് കൊടുക്കുന്നു പറയാം. അഡ്രസ് വേണേ ഇപ്പോഴും എഴുതി വെച്ചോളൂ. നിങ്ങൾ എന്താ ഷോള് കളയാത്തത്? നിങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിൽ ഷോൾ ഇട്ടിട്ട് വരും. എന്തുകൊണ്ടാണിത്? നിങ്ങൾക്കറിയാം ഫൈൻ കിട്ടും എന്നുള്ളത്. അത് നിങ്ങൾ എത്ര കെയർഫുൾ ആയിട്ട് എടുത്തു വയ്ക്കുന്നു നോക്കൂ. അല്ലെങ്കിൽ 2ാമത്തെ ദിവസം സ്വാമി ഷാള് പോയിട്ടോ എന്ന്, ഞാൻ അവിടെ വെച്ചതായിരുന്നു, അവൾ എടുത്തുകൊണ്ടുപോയോ എന്നറിയില്ല എന്ന്, എവിടെയാ വെച്ചതെന്ന് അറിയില്ല എന്ന്. ഒന്ന് ബാത്റൂമിലുണ്ടാവും, ഒന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. നോക്കൂ ഇപ്പൊ എവിടെയൊക്കെ നിങ്ങളത് എത്ര കെയർഫുൾ ആയിട്ട്. ചിലവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോ ദേഷ്യം തീർക്കാൻ എന്താ വഴി? 1000 രൂപ വേണ്ട, നിങ്ങളുടെ വീട്ടിലൊരു ഭണ്ഡാരം വെക്കുക, എന്നിട്ട് 1000. അത് ഇടയ്ക്ക് പൊളിക്കരുത്. ചിലർ അങ്ങനെയുണ്ട്, ദൈവത്തിനെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവത്തിന്റെ മുന്നിൽ പൈസ വയ്ക്കുന്നുണ്ട്, ഇടയ്ക്ക് പറയും ദൈവമേ ഞാൻ എടുത്തിട്ട് ചില്ലറ പിന്നെ തരാന്ന്. എന്നിട്ട് ചില്ലറ എടുത്തിട്ട് നോട്ട് കൊടുക്കും ദൈവത്തിന്, പിന്നെ നോട്ട് എടുത്തിട്ട് ചില്ലറ കൊടുക്കും. അവസാനം ദൈവത്തിനെ അറിയില്ല ഇത് ഏതാ എന്താന്നുള്ളത്. കണക്ക് മാറ്റുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ ആവരുത്. ഒരിക്കൽ നിങ്ങൾ 1000 രൂപ തന്നാൽ പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വരില്ല. കാരണം ദേഷ്യം ഇങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കും 1000 രൂപയാണേ, ആ 1000 രൂപയാണെന്നുള്ളൊരു വിചാരം. അങ്ങനെ ഒരു ഹെവി ഫൈനൊക്കെ ഇട്ട് കഴിഞ്ഞാലല്ലോ പിന്നെ ഒരിക്കലും എന്ത് വരില്ല, പല സ്വഭാവങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു എന്താണ് ചിന്തനം നമ്മൾ ചെയ്തിട്ട് ക്രമേണ ക്രമേണ പറയാണ് നമ്മുടെ മനസ്സിനെ ആരിലേക്ക് തിരിച്ചോളണം?
എന്നിട്ട് പറയണോ, നതദ്ഭാസയതേ സൂര്യ ന ശശാങ്കോന്ന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ന തത് ഭാസയതേ സൂര്യ. ആ ഒരു സ്ഥലത്തിനെ പ്രകാശിപ്പിക്കാൻ ആർക്ക് സാധ്യല്ല? സൂര്യന് സാധ്യത. സൂര്യന് പോലും അവിടെ പ്രകാശിപ്പിക്കാൻ സാധ്യല്ല. അതെന്താ ഭഗവാൻ അങ്ങനെ പറയാൻ കാരണം? ശ്രദ്ധിക്കണേ നിങ്ങള്. സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് ലോകം മുഴുവൻ പ്രകാശിക്കുന്നത്, ആണോ അല്ലയോ? പക്ഷെ സൂര്യന്റെ പ്രകാശത്തെ കാണാനുള്ള ശക്തി ഉണ്ടല്ലോ നമ്മുടെ കണ്ണിന്. അത് കണ്ണിന്റെ ശക്തി അല്ലത്, അത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം. ആ ചൈതന്യത്തെ പ്രകാശിപ്പിക്കാൻ ആർക്ക് സാധ്യല്ല? സൂര്യന് സാധ്യല്ല. എത്ര ഗംഭീരമാണ് പ്രസ്താവന നോക്കൂ. അതുപോലെ എന്നെ ശശാങ്കോ, ആരാ ശശാങ്കൻ? ചന്ദ്രനൊട്ടും വലിയ പാവം, അങ്ങൊരു ലോൺ എടുത്തിരിക്കുകയാണ്. ചന്ദ്രന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ റിഫ്ലക്ഷനാണ്. ന പാവക, പാവയ്ക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ അഗ്നിക്കും പറ്റില്ല. എന്നാൽ ആ പ്രത്യേകത എന്താണ് ആ സ്ഥലത്തിന്റെ? യത് ഗത്വാ, അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ന നിവർത്തന്തേ, അവിടുന്ന് തിരിച്ചു വരണം. തദ്ധാമ പരമം മമ, അതാണ് എന്റെ ധാമം എന്ന് പറയണം. അപ്പൊ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അവിടെ ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് നമുക്ക് പോവാൻ. ഒരിക്കൽ പോയാൽ തിരിച്ചു വേണ്ട. അപ്പൊ നിങ്ങൾ കുരുക്ഷേത്രത്തിലേക്ക് വന്നാൽ ഭഗവാന്റെ ധാമത്തിലെത്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം നിവർത്തന്തേ, ഇവിടെ തിരിച്ചു പോണ്ടേ. അപ്പൊ നമ്മൾ ഒരിക്കൽ പോയാൽ പിന്നെ അതേതാണ് ആ ധാമം? എവിടെയാണത്? എവിടെയാണ് ആ ധാമം? പുറത്തെവിടെയല്ല ഇരിക്കുന്നത്, നമ്മളിൽ തന്നെ. അങ്ങനെ ഒരു അനുഭൂതി നമുക്കുണ്ട്. അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സവിടെ പ്രവേശിക്കാത്തോടത്തോളം കാലം അവിടെ എത്തുന്നത് വരെ മനസ്സിന് എന്തുണ്ട്? പുനരഭിജനനം. അപ്പൊ എത്ര കാലം നീ ജനിക്കണം? എത്ര കാലം മരിക്കണം? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എത്ര കാലം ഇനി ജനിക്കണം, എത്ര കാലം മരിക്കണം? എന്താ ഉത്തരം? എവിടെ നിന്നാണോ പുറപ്പെട്ടത്? എത്ര ക്ലിയർ ആണ് നോക്കൂ. ഒരു പുഴയ്ക്ക് എത്ര കാലം ഒഴുകണം? അത് ഏതൊരു കടലിൽ നിന്നാണോ പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കാലം ഇനി യാത്ര ചെയ്യണം? തിരിച്ച് വീട്ടിലെത്തുന്നവരെ. അല്ല, ശാരീരികമായിട്ട് ഈ ട്രിപ്പിൽ എത്ര യാത്ര ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ യാത്ര ചെയ്യണം. അല്ലേ? എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരണം. അപ്പൊ അതുപോലെ ഈ മനസ്സിന് ഇനി എത്ര ജന്മങ്ങൾ വേണം? ആർക്കറിയാം സ്വാമി? അങ്ങനെ ആർക്കറിയാന്നൊന്നും പറയണ്ട, നിങ്ങൾക്കറിയാം. യാത്ര എത്ര വേണം നിശ്ചയിക്കുന്നത്, എത്ര ജന്മം വേണം നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. ഇനി ഒരു ജന്മം വേണമെന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ജന്മം കൂടി വേണം. എന്താ സീരിയൽ തീർക്കാൻ വേണ്ടി വരികയാണോ നിങ്ങൾ? ഒരു ജന്മം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഗീത ഇവിടെ വെച്ച് നിർത്തിക്കോളൂ. അങ്ങനെ കുറച്ചായിട്ട് കറങ്ങി 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 വീണ്ടും കുരുക്ഷേത്രത്തിൽ ഇനിയൊരു ട്രിപ്പ് വന്ന് അങ്ങനെ കുറെ കൊതുകിന്റെ ഈച്ചയുടെയൊക്കെ കടി കൊണ്ട് ക്രമേണ നാട്ടുകാരുടെ വീട്ടുകാരുടെയൊക്കെ ചീത്തയൊക്കെ കേട്ട് ഇനിയും കല്യാണം കഴിഞ്ഞ് ഇനിയും പ്രസവിച്ച് ഇനിയും അച്ഛനായി അമ്മയായി ഒക്കെ വന്ന് ഒരു വീട് വെച്ച് എന്നിട്ട് വീണ്ടും കുറെയൊക്കെ ഭക്തി ഉണ്ടാക്കി വീണ്ടും മരിച്ച് അങ്ങനെ പുനരഭിജനനം. സുഖല്ലേ അത്? അതൊരു സുഖല്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ നോക്കൂ. നിങ്ങൾ സുഖമല്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സുഖമാണെന്നുള്ളത്. അങ്ങനെയൊന്നും വിട്ടുതരില്ലേ നിങ്ങൾ? പണ്ട് നാരദ മഹർഷി കാശിയിലെത്തി. ജനങ്ങൾ കൊടും തണുപ്പിൽ, ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കാശിയിൽ. ആളുകൾ അങ്ങനെ ആ ഗംഗയിൽ ഓം നമഃശിവായ മഹാദേവ എന്നൊക്കെ പറഞ്ഞ അലറി ഇങ്ങനെ അതിലേക്ക് കുളിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം ശിവനോട് ഒരു കഷ്ടം, ശിവ അങ്ങയുടെ പേരും വിളിച്ചിട്ട് ഇത്ര ആ തണുപ്പിൽ കുളിക്കുന്നല്ലോ, മോക്ഷം കൊടുത്തൂടെ അങ്ങേക്ക്? ഉടനെ ശിവൻ പറയാണ്, ഒന്നിനും വേണ്ട മോക്ഷം, വെറുതെ വിളിച്ച് കരയാണ്. അവർക്കൊക്കെ മോക്ഷം വേണമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ചീപ്പാക്കരുത് ഭഗവാനെ. ഭക്തന്മാരെ എത്ര കഷ്ടപ്പെട്ട് എത്ര ദൂരെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്, എറണാകുളത്ത് നിന്ന്
പല ദിക്കിൽ നിന്നും വന്നിട്ടുണ്ട്. ഇനി അവർക്കൊക്കെ അങ്ങ് മോക്ഷം കൊടുത്തില്ലെങ്കിൽ ആര് മോക്ഷം കൊടുക്കും? അങ്ങയുടെ നാമം വിളിച്ചിട്ടല്ലേ അവരൊക്കെ കരഞ്ഞ് ചാടുന്നത്, ശിവ മോക്ഷം കൊടുക്കൂന്ന്. നാരദരെ അങ്ങക്ക് ഇനിയും ബോധ്യയില്ലേ? ഇവർക്കൊന്നും മോക്ഷം വേണ്ട. ഭഗവാൻ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതേ. എന്നാ നാരദ മഹർഷി ഒരു കാര്യം ചെയ്യും, കൊണ്ടുവരൂ പറയണത്തിനെ, കൈലാസം വരെ കൊണ്ടു നോക്ക്, എത്ര എണ്ണത്തിന് മോക്ഷം വേണം നോക്കാലോ എന്ന്. നാരദ മഹർഷിക്ക് വളരെ കോൺഫിഡൻസ് ആയി. കുറെ എണ്ണത്തിന് തൂക്കി ഇവിടെ കൊണ്ടുപോകണം. ഉറക്ക വിളിച്ചു പറഞ്ഞു, ഉദാ പരമശിവൻ പ്രത്യക്ഷമായി നിങ്ങൾക്ക് മോക്ഷം തരാൻ പോകുന്നു, നിങ്ങൾ എന്റെ കൂടെ വരുമെന്ന്. നാരദ മഹർഷി നോക്കുമ്പോൾ 10,000 ആൾക്കാർ നാരദ മഹർഷിയുടെ പിന്നിൽ. നാരദ മഹർഷി കൂടുതൽ ധൈര്യമായി. എന്താ ശിവൻ മനസ്സിലാക്കിയത്? ഇവർക്കൊന്നും മോക്ഷം വേണ്ടാന്നോ? അങ്ങനെ ഇവരും കൊണ്ട് കൈലാസത്തിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിക്ക് പലതര പർവ്വതങ്ങളുണ്ട്. അവിടെ കണ്ട് രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മരണത്തെ പോലും തോൽപ്പിക്കുന്ന സഞ്ജീവനി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ട്. ആ ഇലകളൊക്കെ ഉള്ള സ്ഥലത്തു കൂടിയാ പോകുന്നതേ. നാരദ മഹർഷിക്ക് ഇതൊക്കെ അറിയാം. നാരദ മഹർഷി പറഞ്ഞു, എന്റെ ഭക്തന്മാരെ, ഇവിടെ ശരീരം നശിക്കാതിരിക്കാനുള്ള മരുന്നുകളുണ്ട്, ഔഷധങ്ങളുണ്ട്, അതൊന്നും പറിച്ച് കഴിക്കരുത്. ഞാൻ ഹരഹരാന്ന് പറയുമ്പോൾ നിങ്ങൾ ശിവശിവ പറയണം. കണ്ണടച്ച് കൈപിടിച്ച് വരണം. ഒരാൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കരുത് എന്ന് നാരദ മഹർഷി ഉറക്കം വിളിച്ചു അത്രേ. ഹരഹര അല്ല ശിവശിവ എന്നൊക്കെ ശബ്ദം കേട്ടോ. കുറച്ച് ശിവശിവ. ആ നാരദ മഹർഷിക്ക് മനസ്സിലായി എന്തോ മിസ്സായില്ലെന്ന്. നോക്കുമ്പോ എന്താ, പകുതി എണ്ണ ഇരുന്ന് പുല്ല് പറിച്ച് കഴിക്കുക. മോക്ഷത്തിന് പോയ പാർട്ടിയാ. നാരദ മഹർഷി നെഞ്ചിൽ കൈവച്ചു. ശിവശിവ എന്ന് പറഞ്ഞ കരഞ്ഞ പാർട്ടിയാണേ, മോക്ഷം വേണ്ട. ബാക്കി ഒരു 10,000 ആൾക്കാരുണ്ട്, ഇവരും കൊണ്ട് തൂക്കിപ്പോയി വീണ്ടും. അങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ, നാരദ മഹർഷി പറഞ്ഞു, ദേവി വിചാരിച്ച് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഇവിടെ ഒരു പർവ്വതത്തിന്റെ ഇടയിലൂടെ നമ്മൾ പോകുമ്പം വിലപിടിച്ച രത്നങ്ങളാണ് അവിടെ കിടക്കുന്നത്. അതിലേക്കൊക്കെ കണ്ണുപോയാൽ നിങ്ങൾക്ക് മോക്ഷം ഉണ്ടാവില്ല. കണ്ണടച്ചുകൊണ്ട് ഞാൻ ഉറക്ക വിളിക്കും, ശിവശിവ, നിങ്ങൾ ഹരഹര. കുറച്ച് കഴിഞ്ഞപ്പോ നാരദ മഹർഷിക്ക് തോന്നി കൈ ലൂസാവുണ്ട് എന്ന്. ഹരഹര എന്നുള്ള ശബ്ദത്തിന് ശിവശിവ എന്ന്. ശക്തി പോരാ. നോക്കുമ്പോ എന്താണ്, പകുതി എണ്ണം ഇരുന്നിട്ട്, കാരണം സഞ്ജീവ് മേഘൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. പിന്നെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക, ആ കല്ല് ഞാൻ അടുത്തത്, ഈ കല്ല് നീ അടുത്തതെന്ന് പറഞ്ഞിട്ട് പകുതി എണ്ണം അവിടെയും പോയി. പിന്നെ നാരദ മഹർഷി പറഞ്ഞു, ഇനി വളരെ പ്രയാസപ്പെട്ട സ്ഥലത്തു കൂടിയാണ് നമുക്ക് പോകാനുള്ളത്, മാനസ സരോവര്. ആ കാലഘട്ടത്തിൽ മാനസ സരോവരിൽ ദേവതകൾ കുളിക്കുക അത്രേ. അവരാണെങ്കിൽ വസ്ത്രമൊന്നും ഇല്ലാതെ കുളിക്കുക. ആ വഴിക്ക് പോകുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അങ്ങോട്ട് ഒട്ടും നോക്കരുതെന്ന്. ഇപ്പോഴും ഉണ്ട് ഈ ഫൂളിഷ്നെസ് ഒക്കെ ആളുകളുടെ വിശ്വാസം. കൈലാസത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അർദ്ധരാത്രിയിൽ ദേവതകളും ഒന്ന് കുളിക്കത്രേ. ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള വിശ്വാസമുണ്ട്. എന്നിട്ട് പാതിരയ്ക്കൊക്കെ ചെന്ന ആളുകൾ പോകും, നോക്കും ചെയ്യും ദേവതകൾ കുളിക്കണ്ടോ എന്ന്. ഇപ്പോഴും ഉണ്ട് ആളുകളുടെ ആ ഫൂളിഷ്നെസ്. നോക്കൂ, ഭക്തിയോട് കൂടിയിട്ടാ പോവുക അവര്. ഏതായാലും നാരദ മഹർഷി പറഞ്ഞു, ദേവി വളരെ ശ്രദ്ധിക്കണം, അങ്ങോട്ട് നോക്കേ ചെയ്യരുതെന്ന്. എവിടെ? നാരദ മഹർഷി ഉറക്കം വിളിച്ചു, ഹരഹര. പിന്നെ ശിവശിവ എന്നുള്ള ശബ്ദേ ഇല്ല. നോക്കുമ്പോണ്ട് എല്ലാം തടാകത്തിന്റെ അടുത്തിരിക്കുകയാണ്. നാരദ മഹർഷി ശിവന്റെ അടുത്ത് എത്തിയപ്പം ചോദിച്ചു, അല്ല മോക്ഷത്തിന് കുറെ ആൾക്കാരെ കൊണ്ടുവരാന്നുകൊണ്ടാണല്ലോ പോയതങ്ങ്, ഇന്നേ റിക്രൂട്ട്മെന്റ് ഒന്നും നടന്നില്ലേ? ഉണ്ട് ഭഗവാനെ, കുറെ എണ്ണ തടാകത്തിലിരിക്കണോ, കുറെ എണ്ണ കല്ല് പെറുക്കണോ, കുറെ എണ്ണ പുല്ല് മെയ്യണോ, 10,000 കൂടെ വന്നതാണ്. ശിവൻ പറയണം, ഇതന്നെയാ പറഞ്ഞത് ഞാൻ, ഒരെണ്ണത്തിനും മോക്ഷം. കാര്യത്തോട് അടുക്കുമ്പോൾ ഒരെണ്ണത്തിനും വേണ്ട. ഇതുപോലെ നിങ്ങൾ പറയും, ഇനി ഒരു ജന്മൊന്നും വേണ്ട സ്വാമി എന്ന്. പക്ഷേ ഭഗവാൻ ചോദിക്കുകയാണ്, ഒന്നുകൂടിയും ഓക്കെ ഭഗവാനെ, അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി ഞാൻ വന്നേക്കാം. അതുകൊണ്ട് പറയുന്നു, യത് ഗത്വാന നിവർത്തന്തേ, അതിലേക്ക് പ്രവേശിച്ചാൽ തിരിച്ചു വരില്ല. എന്താ അവിടുത്തെ തിരിച്ചു വരാതിരിക്കാനുള്ള കാരണം? അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ സംസ്കാരങ്ങളൊക്കെ മാറിയത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സംസ്കാരവും, പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് സംസ്കാരങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ നിങ്ങൾ വരിക എന്നാ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു, മമേ വാംശോ ജീവലോകേ ജീവഭൂത സനാതനം മനഃഷ്ടാണീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി ജീവലോകെ മമ അംശ ജീവ. ഭഗവാൻ പറയുന്നു, ഈ ജീവലോകത്തിൽ എന്റെ അംശമാണ് ജീവൻ എന്ന് പറയുന്നത്. മനഃഷ്ടാണീന്ദ്രിയാണി, മനസ്സിനോടും, മനസ്സ് തുടങ്ങിയിട്ടുള്ള 6 ഇന്ദ്രിയങ്ങളോട്, 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും, ഇതിനോടൊക്കെ ചേർന്ന് പ്രകൃതിസ്ഥാനി കർഷതി. ഏതിനോട് ആകർഷിക്കണോ?
പ്രകൃതിയോട്. അപ്പൊ മനസ്സെപ്പോഴും ആകർഷിക്കുന്നത് പ്രകൃതിയോടാണ്. എന്നിട്ടോ ശരീരം യതവാപ്നോതി യച്ചാപ്യുക്രാമതീശ്വരാം ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാൻ യത് ആപ്നോതി ശരീരം യച്ചാമതി ഉക്രാമതി ഈശ്വര. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ മനസ്സെന്ന് പറയുന്ന സാധനം ശരീരം എടുക്കുന്നു, ശരീരത്തിൽ നിലനിൽക്കുന്നു, ശരീരം വിടുന്നു. ഏതുപോലെ ഒരു പൂ വീണാലും അതിന്റെ വാസന വിട്ടുപോവാത്തതുപോലെ ഇങ്ങനെ ഈ മനസ്സെന്ന് പറയുന്ന സംസ്കാരം പുതിയ ശരീരങ്ങൾ എടുക്കുന്നു, അതിലൂടെ പ്രവർത്തിക്കുന്നു, വീണ്ടും വിട്ടുകൊണ്ട് പോകുന്നു. ഇപ്പൊ ഇവിടെ ജീവൻ എന്ന് പറഞ്ഞാൽ ആരെയാ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ജീവൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മനസ്സിന്. ഞാൻ പറഞ്ഞ രണ്ടു തരം ആത്മാക്കളുണ്ട്. ഒന്ന് ജീവാത്മാവും, പരമാത്മാവെന്ന് പറയുന്നത് പരിപൂർണമായ ചൈതന്യത്തെയും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെയും, ജീവാത്മാവെന്ന് പറയുന്നത് ആ ചൈതന്യത്തിൽ നിന്നും വന്നിരിക്കുന്ന മനസ്സിനെയാണ്. അത് ഓർത്തു വെക്കണേ നിങ്ങള്. എന്നിട്ട് പറയുന്നു ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഭഗവാൻ ആ കാലഘട്ടത്തിൽ എത്ര സൂക്ഷ്മമായി ചിന്തിച്ച ആളാണ് നോക്കുക. ശ്രോത്രം ചക്ഷു സ്പർശനം രസനം ഘ്രാണം. എന്തിനാ പറയുന്നത്? നമ്മുടെ അഞ്ചിന്ദ്രിയങ്ങളെ ഇതിനോട് ചേർന്ന് അധിഷ്ഠായ മന, ഇതിനോടൊക്കെ ചേർന്ന് മനസ്സ് വിഷയാൻ ഉപസേവതേ. വിഷയങ്ങളെ ആരാ വിഷയങ്ങൾ അനുഭവിക്കുന്നത്? എത്ര സൂക്ഷ്മമായിട്ടാണ് മനുഷ്യ ജീവിതത്തെ അനലൈസ് ചെയ്ത് നോക്കൂ. ഇതൊക്കെ ഇന്ന് നമുക്ക് പഠിക്കാൻ സൗകര്യമാണ്. കാരണം ഇന്ന് നമുക്ക് ശാസ്ത്രം വികസിച്ചു. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ആ കാലഘട്ടത്തിൽ ഇത്ര സൂക്ഷ്മമായി കൃഷ്ണൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ വളരെ നമ്മൾ വിഗ്രഹത്തിൽ പൂജിക്കേണ്ട ഒരാളായിരുന്നില്ല. അദ്ദേഹം വളരെയധികം മനുഷ്യ ജീവിതത്തെ മനസ്സിലാക്കിയ ഒരു മഹാത്മാവ് തന്നെയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയാണ്. നോക്കൂ, നിങ്ങളെ ശ്ലോകങ്ങളൊക്കെ എടുത്ത് നോക്കൂ. നിങ്ങൾ ഒരു പരമഗുരു തന്നെയായിരുന്നു അദ്ദേഹം, അല്ലേ? അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ എന്താണോ അനുഭവം എന്നുള്ളത് അന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഈവൻ നമ്മളിൽ എത്ര പേർക്ക് നമുക്കിതൊക്കെ അറിയാം? നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളോട് ചേരുമ്പോഴാണ് നമുക്ക് അനുഭവം കിട്ടുന്നത് എന്നുള്ളത് ഉണ്ടോ? അത്ര അദ്ദേഹം അനലൈസ് ചെയ്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഉക്രാമന്ദം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാ. ഉത്ക്രാമന്തം സ്ഥിതം ഭുഞ്ചാനം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഉത്ക്രാമന്തം വിട്ടുപോകുന്ന, സ്ഥിതം നിലനിൽക്കുന്ന, ഭുഞ്ചാനം അതിലിരുന്ന് അനുഭവങ്ങൾ അനുഭവിക്കുന്ന. ആരെക്കുറിച്ച് അതൊക്കെ പറയുന്നത്? മനസ്സിലായില്ല? ശരീരം വിട്ടുപോകുന്ന, ശരീരത്തിലിരിക്കുന്ന, ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവങ്ങൾ ഭുജിക്കുന്ന ആരെയാണ്? മനസ്സിനെ. വിമൂഢ ന അനുപശ്യന്തി. മൂഢന്മാർക്കത് മനസ്സിലാകും. ആര് കാണുന്നു? പശ്യന്തി ജ്ഞാനചക്ഷുഷ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ജ്ഞാനത്തിലൂടെ വേണം. അപ്പൊ മനസ്സിനെ പോലും മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണം. ആ മനസ്സിന് പിന്നുള്ള സത്യത്തെ മനസ്സിലാക്കാനും ജ്ഞാനം വേണം. ഇപ്രകാരം പറയാണ്, ആരാണോ ജ്ഞാനചക്ഷുഷു കൊണ്ട് നോക്കുന്നത് അവർക്കിതൊക്കെ മനസ്സിലാവും, അല്ലാത്തവർക്കിതൊന്നും മനസ്സിലാവില്ല. അപ്പൊ സത്സംഗങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ജ്ഞാനക്കണ്ണിനെ തുറക്കാനാണ്. മനുഷ്യന്റെ ജ്ഞാനക്കണ്ണിനെ. എന്നിട്ട് പറയുന്നു യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനം നൈനം പശ്യന്ത്യചേതസാം. അപ്പോ നമുക്ക് രണ്ടു തരം ചക്ഷുഷുക്കൾ. ഒന്ന് മാംസചക്ഷുഷും ജ്ഞാനചക്ഷുഷും. ഇതേതുപോലെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വല്ല ക്യാൻസറോ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ വന്നാൽ ഡോക്ടർക്ക് മാംസചക്ഷുഷിനെ കൊണ്ട് കാണാൻ പറ്റുമോ? ഏത് കണ്ണു വേണം? ജ്ഞാനചക്ഷുഷ് വേണം. എന്ന് വെച്ചാൽ ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് അതിന്റെയൊക്കെ
ബയോപ്സി എടുത്ത് അത് പഠിച്ച് ഇത് പഠിച്ച് എന്നിട്ട് വേണം അദ്ദേഹത്തിന് നോക്കാൻ ഇതിലെന്താണ് പ്രശ്നങ്ങളുള്ളത്. അതൊക്കെ ജ്ഞാനത്തിന്റെ കണ്ണുകളാണ്. ഇതുപോലെ ഈ മനസ്സിനെ കുറിച്ചും നമുക്ക് ജ്ഞാനക്കണ്ണുണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ പറയുന്നു, അങ്ങനെ ആരാണോ യതെന്തോ യത്നിച്ചുകൊണ്ട് തന്റെ മനസ്സിനെ പരിപൂർണമായി മനസ്സിലാക്കുന്നത്, പശ്യന്തി ആത്മനി അവസ്ഥിതം, തന്നിൽ അവസ്ഥിതമായിരിക്കുന്ന മനസ്സിനെയും ആ മനസ്സിനെ നിലനിർത്തുന്ന ചൈതന്യത്തെയൊക്കെ കാണുന്നത്, അവർക്ക് ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്താം. അല്ലാത്തവർക്ക് അകൃതാത്മാനഃ നയനം പശ്യന്തി അചേതസഃ. ഇതൊന്നും പരിശീലിക്കാത്ത ആളുകൾക്കൊന്നും ആരെ കാണാൻ പറ്റില്ല? ഭഗവാനെ കാണാൻ പറ്റില്ല. എത്ര വളരെ സത്യം.